ഇളകുന്ന പല്ലുകൾ ഇത് പലർക്കും ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇളകുന്ന പല്ലുകളെ പറിച്ചു കളയാൻ വേണ്ടി അനേകം പേരുണ്ട്. ഇനി ഇളകുന്ന പല്ലുകൾ പറിച്ചു കളയണമെന്ന് ഓർത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ ഊരി കയ്യിലെടുത്തിട്ട് പല്ല് ഊരി കയ്യിലെടുത്തിട്ട് അത് പറിച്ചു കളയാനും എടുത്തു കളയാനും പറയുമെന്നുള്ള വിഷമത്തിൽ അത് കയ്യിലെടുത്ത് കഴുകി തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ കാരണം ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല്ലുകൾ പറിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ പല്ല് വെച്ച് കൊടുക്കില്ല, അല്ലെങ്കിൽ പല്ല് ഈ ഇളക്കം മാറ്റാൻ സാധിക്കില്ല. ഇങ്ങനെയെല്ലാം ഓർത്ത് വിഷമിക്കുന്ന അനേകം പേരുണ്ട്. ഇളകുന്ന പല്ലുകളെ നിരയാക്കി ഭംഗിയാക്കി ഉറപ്പിക്കുന്ന ചികിത്സാ രീതികൾ ഇന്ന് വന്നു കഴിഞ്ഞു. അതിന് പെരിയോഡോണ്ടൽ തെറാപ്പി എന്ന് പറയും. മിക്കവാറും ഇളകുന്ന പല്ലുകളെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം. ഊരിയെടുത്ത് തിരിച്ചു വയ്ക്കുന്ന പല്ലുകളെ പറ്റില്ല കേട്ടോ. അല്ലാത്ത പല്ലുകളെ നമുക്ക് ഉറപ്പായിട്ട് അതിനെ പല്ലുകളെ ഉറപ്പിച്ച് പല്ലുകളിലെ ഇളക്കമൊക്കെ മാറ്റി ഗ്രാഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഇൻഫെക്ഷൻസ് എല്ലാം എടുത്ത് മാറ്റി കഴിയുമ്പോൾ മോണയെല്ലാം ഉറച്ച് പല്ലുകളെ തിരിച്ച് എല്ലിലേക്ക് ഉറപ്പിക്കുന്ന ചികിത്സാ രീതികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പല്ല് ഇളകുന്നു, പല്ലുകൾ ഇപ്പോൾ 30 വയസ്സ് 26 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പല്ലിളക്കമാണെന്ന് പറഞ്ഞ് ഇവിടെ കടന്നു വരാറുണ്ട്. അത് ഒരു പല്ലിലോ 2 പല്ലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടിയുള്ള ചികിത്സാ രീതികളെല്ലാം തന്നെ അത് ഉപയോഗപ്രദമായി വരില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇളക്കം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സൂത്രപ്പണിയിലേക്ക് പോകാതെ കൃത്യമായിട്ട് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാൽസ്യം ലെവൽസ്, അതോടൊപ്പം തന്നെ പല്ലുകളുടെ ഹൈജീന് വേണ്ടുന്ന ചിലർക്ക് ചില പ്രത്യേക തരത്തിലുള്ള ഹൈജീൻ ആവശ്യമുണ്ട്. അവരുടെ സലൈവയുടെ കറക്ഷൻ ആവശ്യമുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പല്ലുകളുടെ ഇളക്കവും പല്ലുകളുടെ എല്ലിലേക്കുള്ള ബന്ധവും കൂട്ടി നിങ്ങളുടെ പല്ലുകളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലാന്റിലേക്കൊന്നും പോകാതെ തന്നെ ഇളക്കം വരുന്ന പല്ലുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് പുതിയ ചികിത്സാ രീതികളായിട്ട് പലരും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സ്വന്തം പല്ലുകളെ തന്നെ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇംപ്ലാന്റ് വെച്ചാലും വളരെയധികം മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. എന്നാൽ അത്രയും മെയിൻ്റനൻസ് നമ്മുടെ സ്വന്തം പല്ലുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനെ ഭംഗിയായിട്ട് നിങ്ങളുടെ പല്ലുകൾ ഉപയോഗിച്ച് തന്നെ ചവയ്ക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഡോക്ടർമാരെ എടുക്കുക. പെരിയോഡോണ്ടിസ്റ്റിനെ കാണിച്ച് മോണരോഗത്തിന് ചികിത്സിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് പുറത്തുള്ള ഡോക്ടർമാരെ വെച്ച് നിങ്ങളുടെ ഡയബറ്റീസ്, അതുപോലെ തന്നെ വിറ്റമിൻ ഡി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല്ലുകൾക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. ഈസ്ട്രൈൻ സപ്ലിമെൻറ്റേഷൻ വേണ്ടടുത്ത് ഈസ്ട്രൈൻ സപ്ലിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ പല്ലുകൾ വെച്ച് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പല്ലു ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മളോടുണ്ട്. അതോടൊപ്പം തന്നെ കമൻസിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഏതെല്ലാം വീഡിയോ വേണമെന്നുള്ള അഭിപ്രായങ്ങൾ ഇതെല്ലാം താഴെ കമൻസായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജായിട്ടോ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കമൻറ്റ് ഇടയിൽ രണ്ടാമതൊരു റിമൈൻഡർ ഇട്ട് തരിക. കാരണം അനേകർ ഇടുന്നുണ്ട്, അവർക്ക് പ്രയോജനമായെന്ന് കാണുന്നു. ഞാൻ പല്ലു ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.